എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. ഇന്ന് നമുക്ക് ദൈവത്തെക്കുറിച്ച് അല്പകാര്യം പഠിക്കാവുന്നില്ല. ഫേസ്ബുക്കിൽ കണ്ട ഒരു പോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തിന് ഒളിച്ചിരിക്കാൻ മാത്രമേ കഴിവുള്ളൂ എന്ന്. അതായത് ദൈവം നമുക്ക് പ്രത്യക്ഷനായി വരുന്നില്ല എന്നുള്ള ഒരു അഭിപ്രായം. ഇതുവരെ മനുഷ്യരുടെ ഇടയിൽ വന്നിട്ടുള്ള പ്രവാചകന്മാരോ യേശുക്രിസ്തുവോ ദൈവമല്ലായിരുന്നെന്ന് തന്നെയാണ് ആ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നത്. അത് വലിയൊരു കാര്യം തന്നെ. ദൈവത്തെ എങ്ങനെയാണ് അറിയേണ്ടത്, എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ള വിഷയങ്ങളെക്കുറിച്ചൊക്കെ വളരെ ഗഹനമായിട്ട് പഠിക്കേണ്ട കാര്യമാണ്. ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ പ്ലാനുകളെക്കുറിച്ചും വളരെ വ്യക്തമായി നമ്മളോട് അറിയിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥം വിശുദ്ധ ബൈബിൾ തന്നെയാണ്. അതൊഴികെ മറ്റ് ഒരു ഗ്രന്ഥങ്ങൾക്കും ദൈവത്തെക്കുറിച്ചോ മനുഷ്യനെക്കുറിച്ചോ വ്യക്തമായൊരു ആശയം തരുവാൻ മറ്റൊരു ഗ്രന്ഥങ്ങൾക്കും സാധ്യമല്ല എന്ന് നാം ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ദൈവം ഓരോരുത്തർക്കും വ്യക്തിപരമായി ഞാനാണ് ദൈവമെന്ന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കിക്കണം എന്നുള്ളതാണ് മനുഷ്യൻ്റെ ധാരണ. അത് ദൈവത്തിൻ്റെ പ്രകൃതിയെക്കുറിച്ചുള്ള അറിവില്ലായ്മയിൽ നിന്നുള്ള ചിന്തയാണ്. ദൈവം ആത്മസ്വരൂപനാണ്, ആത്മശരീരമുള്ളവനാണ് ദൈവം. ദൂതന്മാരും ആത്മശരീരമുള്ളവരാണ്. പക്ഷെ ദൂതന്മാരുടെ പ്രകൃതിയും ദൈവത്തിൻ്റെ പ്രകൃതിയും തമ്മിലുള്ള വ്യത്യാസം, അത് ദൈവം അമർത്യപ്രകൃതിയിലും ദൂതന്മാർ ആത്മജീവികളുമാണ് എന്നുള്ളതാണ്. അമർത്യപ്രകൃതിയിലുള്ള ഒരു ആൾക്ക് മനുഷ്യരൂപം എടുക്കുവാൻ സാധ്യമല്ല. ദൈവത്തിനായാലും അത് അസാധ്യമാണ്. പക്ഷേ ദൂതന്മാർ അമർത്യരല്ല, മരിക്കാവുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് ദൂതന്മാർക്ക് മനുഷ്യ ശരീരം എടുക്കാൻ കഴിയും, മനുഷ്യർക്ക് പ്രത്യക്ഷനാകാൻ കഴിയും. അതുപോലെ പ്രത്യക്ഷനാകാൻ യഹോവയായ ദൈവത്തിന് അസാധ്യമാണ്. കാരണം അമർത്യപ്രകൃതിയിൽ ദിവ്യപ്രകൃതിയിൽ ഉള്ള ആസ്തിക്യമാണ് യഹോവയ്ക്കുള്ളതെന്ന കാര്യം അത് അറിയാത്തത് കൊണ്ടാണ് ഓരോരുത്തർക്കും ദൈവം എനിക്ക് പ്രത്യക്ഷനാകണം, എൻ്റെ ജഡീക കണ്ണുകൊണ്ട് കാണണം എന്നുള്ള ആശകളൊക്കെ ഉരുത്തിരിയുന്നത് അങ്ങനെയാണ്. മോശയോട് പറയുമ്പോൾ ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവിച്ചിരിക്കില്ലെന്ന് ദൈവം പറയുന്നു. ദൈവത്തിൻ്റെ ആത്മശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന ആ തേജസ് അത് കാണുന്ന പക്ഷം മനുഷ്യൻ മരിച്ചു പോകും എന്നുള്ളതാണ്. ഇവിടെ സീനായി പർവ്വതത്തിൽ യഹോവയുടെ ഒരു പ്രത്യക്ഷത ഇസ്രായേലിന് ന്യായപ്രമാണം കൊടുക്കുന്ന സാഹചര്യത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 24-15-16-17 വാക്യങ്ങൾ. അങ്ങനെ മോശ പർവ്വതത്തിൽ കയറിപ്പോയി. ഒരു മേഘം പർവ്വതത്തെ മൂടി. യഹോവയുടെ തേജസ്സും സീനായി പർവ്വതത്തിൽ ആവസിച്ചു. മേഘം 6 ദിവസം അതിനെ മൂടിയിരുന്നു. അവൻ 7-ാം ദിവസം മേഘത്തിന്റെ നടുവിൽ നിന്നും മോശയെ വിളിച്ചു. യഹോവയുടെ തേജസ്സിന്റെ കാഴ്ച പർവ്വതത്തിന്റെ മുകളിൽ കത്തുന്ന തീ പോലെ ഇസ്രായേൽ മക്കൾക്ക് തോന്നി. ഇവിടെ യഹോവയുടെ ഒരു പ്രത്യക്ഷതയെ കുറിച്ചാണ് വിവരിക്കുന്നത്. ഇവിടെ യഹോവ മറഞ്ഞിരിക്കുകയാണ്. എന്നാൽ യഹോവ സീനായി പർവ്വതത്തിൽ പ്രത്യക്ഷനാകുമ്പോൾ ഇസ്രായേലിനോ മോശയ്ക്കോ ജഡീക കണ്ണുകൊണ്ട് യഹോവയെ ദർശിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്തു തന്നെയാണ്? യഹോവയുടെ തേജസ്സിൻ്റെ ആ കാഴ്ചയിൽ
ആ ശരീരം ദർശിക്കുവാൻ മനുഷ്യർക്ക് അസാധ്യമാണ് എന്നുള്ളതാണ്. അവിടെ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ 6 ദിവസം പർവ്വതത്തിൽ 6 ദിവസം മേഘം മൂടിയിരുന്നെന്നാണ്. ഈ മേഘമോട് പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് എന്താ മനസ്സിലാക്കുന്നത്? ആ മേഘത്തിലാണ് യഹോവ വസിക്കുന്നതെന്നാണ്. യഹോവയുടെ ശരീരം ദൃശ്യമാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരവസ്ഥ അവിടെ ഉണ്ടായത്. ഇവിടെ ദൈവം ഒളിച്ചിരിക്കുകയാണ് എന്നുള്ളത് ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബുദ്ധിയുള്ള ഒരാൾക്ക് ചിന്തിക്കാവുന്ന കാര്യം. അടുത്തൊരു വാക്യം നമുക്ക് റോമാലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൽ നിന്ന് വായിക്കാം. അവിടെ എങ്ങനെയാണ് ദൈവത്തെ നമ്മൾ അറിയേണ്ടത് എന്ന് അവിടെ പറയുന്നുണ്ട്. അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായ അദൃശ്യ ലക്ഷണങ്ങൾ, ദൈവത്തെക്കുറിച്ച് അറിയേണ്ടത് ദൈവം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നതാണ്. ദൈവത്തെക്കുറിച്ച് മനുഷ്യൻ അറിയേണ്ടത് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്താണ്? അവൻ്റെ നിത്യശക്തി, ദിവ്യത്വം, ഈ 2 കാര്യങ്ങൾ. യഹോവയുടെ നിത്യശക്തിയുടെ ആധിക്യത്താൽ ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യനും മനുഷ്യേതര ജീവികളും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ടാണ് ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതെന്നാണ്. അതല്ലാതെ മനുഷ്യൻ്റെ ജഡീക കണ്ണുകൊണ്ട് കണ്ടിട്ട് ദൈവത്തെ അറിയാനോ മനസ്സിലാക്കാനോ സാധ്യമല്ല എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ കൂടെ വേണം ദൈവത്തെ മനസ്സിലാക്കുവാനും പഠിക്കുവാനും. മറ്റൊരു വാക്യം നമുക്ക് വായിക്കാം. അപ്പസ്തോലപ്രവൃത്തി 17-ാം അധ്യായത്തിൽ 2-3 വാക്യങ്ങൾ വായിക്കാം. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് ഒരു മനുഷ്യജാതി ഒക്കെയും ഉളവാക്കി. അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുന്നു എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ. അവർ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നില്ല താനും. ലോകവും അതിലുള്ളതും ഒക്കെയും ഉണ്ടാക്കിയ ദൈവം, ദൈവത്തിൻ്റെ സൃഷ്ടിവേല കാണുമ്പോൾ ഏതൊരു സൃഷ്ടിയും നടത്തുവാൻ ഒരു സൃഷ്ടാവ് ആവശ്യമാണ്. ഏതൊരു വസ്തുവും നിർമ്മിക്കുവാൻ ഒരു നിർമ്മിതാവ് ആവശ്യമാണ് എന്നുള്ള യുക്തിയാണ് നമ്മളെ ഈശ്വര ബോധത്തിലേക്ക് എത്തിക്കുന്നത്. സകല കാര്യത്തിനും ഒരു ആദ്യ കാരണമുണ്ടായിരിക്കുമെന്ന് നമ്മുടെ ബുദ്ധി നമ്മളെ പഠിപ്പിക്കുന്നു. ആദ്യ കാരണത്തിന് കാരണമില്ല. ആദ്യ കാരണം കാരണരഹിതവും അനാദിയായിരിക്കുമെന്നുള്ള ആ യുക്തിബോധത്തിൽ കൂടെ മാത്രമേ ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യമുണ്ടാകാൻ പറ്റുള്ളൂ. അപ്പോൾ ലോകവും അതിലുള്ളതും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിലും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. ഇവിടെ ഒരു ക്ഷേത്ര സന്ദർശനത്തിനിടെയാണ് അപ്പോസ്തലൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ക്ഷേത്രത്തിലൊരു ദൈവം വന്നിരുന്നാലും അത് ദൈവമാണെന്ന് മനുഷ്യന് സമ്മതിക്കാൻ സാധ്യമല്ല. കാരണം ആ ദൈവത്തിന് പരിമിതികളുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അവൻ എല്ലാവർക്കും ജീവനും ശ്വാസവും കൊടുക്കുന്നു. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ ഒരുത്തിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി. ആദാമിനെ സൃഷ്ടിച്ച് ഹവ്വായെ സൃഷ്ടിച്ചതിന് ശേഷം ദൈവം പറയുന്നത്, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവിൻ എന്നാണ്. അതാ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി അവരുടെ
നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിയമിച്ചു. അവൾ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ. ദൈവത്തെ കണ്ടെത്തുവാനും അറിയുവാനും ഒരു ശ്രമം മനുഷ്യന് ആവശ്യമാണ് എന്നുള്ളതാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെയൊക്കെ നോക്കും. ഈ ദൈവം ആർക്കും മറഞ്ഞിരിക്കുന്നവനല്ല. ദൈവം ഒളിച്ചിരിക്കുന്നു പറഞ്ഞ ആളുകളെ അവർക്ക് മറുപടി ഇതാ, ദൈവം മറഞ്ഞിരിക്കുന്നവനല്ല. അപ്പൊ എങ്ങനെയാണ് ദൈവം മറഞ്ഞിരിക്കാതെ നമുക്ക് വെളിപ്പെട്ടിരിക്കുന്നത്? ദൈവത്തിന്റെ പ്രവൃത്തിയിൽ കൂടെയാണ് ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ദൈവത്തെ കുറിച്ചുള്ള ഉപരിയായ വെളിപ്പെടുത്തൽ നടന്നിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ വരവോടുകൂടിയാണ്. പിതാവായ ദൈവത്തെ കുറിച്ചുള്ള വ്യക്തമായ ചില അറിവുകൾ മനുഷ്യന്റെ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള അറിവുകൾ യേശുക്രിസ്തു തന്നിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും ക്രിസ്തുവിനെ കുറിച്ചും ദൈവിക നിർണയങ്ങളെക്കുറിച്ചും മനുഷ്യൻ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന വിഷയങ്ങളിൽ മനുഷ്യർക്ക് പരിമിതികൾ ഉണ്ടെന്നുള്ളതാണ്. മനുഷ്യരാരും ദൈവത്തെ പോലെയോ ക്രിസ്തുവിനെ പോലെയോ പരിജ്ഞാനികളല്ല. അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് അറിയേണ്ടത് അവൻ വെളിപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ എന്തുമാത്രം അറിയണമെന്നുള്ള കാര്യം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നതാണ്. ഇന്ന് ശാസ്ത്രലോകം ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങൾക്കും വേണ്ടി ഇന്ന് നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഭൂമി ഒഴികെ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും മനുഷ്യനുണ്ടോ, എവിടെയെങ്കിലും ജീവികളുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇന്ന് ശാസ്ത്രം വളരെ മുൻപോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യത്തിന് വേണ്ടിയാണ്. ഭൂമി സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു, ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു എന്നാണ്. ഭൂമിയിൽ മാത്രമേ മനുഷ്യനുള്ളൂ. ഈ പ്രപഞ്ചത്തിൽ വേറെ എവിടെയെങ്കിലും ഒരു ജീവിയോ മനുഷ്യനോ ഉള്ളതായിട്ട് വേദപുസ്തകം 66 പുസ്തകങ്ങൾ പരിശോധിച്ചാലും യാതൊരു തെളിവും രേഖയുമില്ല. അപ്പോൾ അത് മനുഷ്യൻ അറിയേണ്ട കാര്യമല്ല. അറിയേണ്ട കാര്യം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ വിഷയം വളരെ വിശദമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളതാണ്. പക്ഷേ അത് സമയത്തിൻ്റെ പരിമിതി. അതുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് ഇത്രയും ചില സൂചനകൾ പറഞ്ഞ് നിർത്തുന്നു. ഈ വചനം കൂടുതൽ വരുന്ന ഭാഗങ്ങളിൽ നമുക്കിതിൻ്റെ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു.